എന്തുകൊണ്ടാണ് യുവാക്കൾ കുറ്റകൃത്യങ്ങളിലോട്ട് തിരിയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കാരം. IHMI സ്പന്ദനം ഹെൽത്ത് ടോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഐശ്വര്യ, ഹോമിയോപ്പതിക് പീഡിയാട്രീഷ്യൻ, ഡോക്ടർ ഐശ്വര്യാസ് പീഡിയാട്രിക് ഹോമിയോ ക്ലിനിക്, ഇരിങ്ങാലക്കുട, തൃശൂർ. മാസങ്ങൾക്ക് മുമ്പ് മലയാളികൾ കേട്ട് ഞെട്ടിയ രണ്ട് വാർത്തകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കുട്ടികളൊക്കെ കുറ്റവാളികളായിട്ട് ജനിക്കുന്നതാണോ അതോ നമ്മൾ അവരെ അങ്ങനെ ആക്കിയതാണോ? എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ വളരെ ക്യൂരിയസ് ആയിട്ടും ഇമോഷണൽ ആയിട്ടും എപ്പോഴും ഒരു കണക്ഷൻസും അവർക്ക് ആവശ്യമാണ്. വളരെ ഫേമസ് ആയ മിസ് യൂണിവേഴ്സ് ആയി നമ്മുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തു പോയ ലേഡിയാണ് നഫീസ ജോസഫ്. അവളോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇൻജസ്റ്റിസ് ഇൻ ദിസ് വേൾഡ്? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനീതി എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിന് നഫീസ പറഞ്ഞ ഉത്തരം എല്ലാവരുടെയും കൈകൾ വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുത്തു എന്നുള്ളതാണ്. ആൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ടു ബ്രിങ് എ ചൈൽഡ് ഇൻ ടു ദിസ് വേൾഡ് ആൻഡ് അനേബിൾ ടു പ്രൊവൈഡ് പീസ് ഫോർ ഹിം ഓർ ഹെർ. ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലോട്ട് ജനിപ്പിക്കുകയും ആ കുട്ടിക്ക് ഒരു സമാധാനമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനീതി. മാസ്ലോ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് നമ്മളെല്ലാ മനുഷ്യർക്കും 5 ലെവൽ ഓഫ് നീഡ്സിനെ ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പൊ ഈ നീഡ്സുകൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഇഗ്നോർഡ് ആവുമ്പോൾ നമുക്ക് വളരെയധികം ഫ്രസ്ട്രേഷനും റിബൽ ആവുകയും ഈവൻ ക്രൈമിലോട്ട് വരെ അത് എത്തുകയും ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെയാണ് ആ നീഡ്സ് എന്ന് നോക്കാം. ആദ്യത്തേത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും, ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടതെന്നാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ. ഇത് മൂന്നുമാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സുരക്ഷ തരുന്ന ഒരു വീട് മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഇമോഷണലിയും സെക്യൂർ ആവുക എന്നുള്ളതാണ്. ഒരു വീട്ടില് എപ്പോഴും അമ്മയും അച്ഛനുമായിട്ട് തുടർച്ചയായിട്ട് വഴക്ക്, വയലൻസ്, ഇതൊക്കെ കാണുന്ന കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആയിരിക്കും ഉള്ളത്. എപ്പോഴും ഒരു പേടിയോടെ ആയിരിക്കും ആ കുട്ടി എല്ലാം കാണുക. മൂന്നാമത്തേതായിട്ട് വരുന്ന നീഡാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്ന് പറയും. കുടുംബക്കാര്, സുഹൃത്തുക്കള്, ഫാമിലിയിലെ എല്ലാവരുമായിട്ടുള്ള സ്നേഹം, ബന്ധങ്ങളും അത്യാവശ്യമാണ്. ഈ സ്നേഹം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ അത് പുറത്തുനിന്ന് തേടി പോകുന്നു. നാലാമതായിട്ട് വരുന്ന നീഡാണ് എസ്റ്റീം നീഡ് എന്ന് പറയാം. എസ്റ്റീം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾ വരെ വലിയ ആൾക്കാര് എല്ലാവർക്കും അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ നമ്മളെ. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ബഹുമാനിക്കപ്പെടുക, വിലമതിക്കുക എന്ന് പറയും. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ മൂത്തവരെ ബഹുമാനിക്കണം എന്ന്. നിങ്ങൾ മൂത്തവരെ മാത്രമല്ല എല്ലാരെയും ബഹുമാനിക്കാൻ ശീലിക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇവൻ കുഞ്ഞുങ്ങളെ വരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് വരുന്ന നീഡാണ് കോഗ്നിറ്റീവ് നീഡ് എന്ന് പറയും. എന്താണ് കോഗ്നിഷൻ? വൈജ്ഞാനികമായിട്ടുള്ള ആവശ്യം. അതായത് എല്ലാ കുഞ്ഞുങ്ങളും വളരെ ക്യൂരിയസ് ആയിട്ടാണ് ജനിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അവര് ഭയങ്കര ഇൻക്യൂസിറ്റീവ് ആയിരിക്കും, എല്ലാം അറിയണം, ഒരുപാട് അബണ്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സ്റ്റേജില് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ആയിട്ടൊരു ഇംബാലൻസ് വരും. അതുപോലെ തന്നെ അവർക്ക് ഇന്റലക്ച്വലി അവര് ഒട്ടും മുന്നേറാതെ വരികയും അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ കുറയുകയും ചെയ്യുന്നു. നിങ്ങളൊരു 2 ഗാർഡൻസ് ചിന്തിക്കുക. ഒരു ഗാർഡനില് നല്ല നനഞ്ഞ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിൽ ഉണ്ട്, നല്ല സൂര്യപ്രകാശം ഉണ്ട്. അതുപോലെ എപ്പോഴും വരുന്ന ഒരു പൂന്തോട്ടക്കാരനുണ്ട്. ആള് വന്ന് ചെടികളെയൊക്കെ പരിപാലിക്കുന്നു, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, നോക്കുന്നു. അടുത്തതായിട്ടൊരു ഗാർഡൻ നിങ്ങൾ സങ്കല്പിക്കുക. അതില് സോയിൽ മൊത്തം നിറച്ച് കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാണ്. സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു പൂന്തോട്ടക്കാരൻ വരും. ആള് ഭയങ്കര ദേഷ്യത്തിലൊക്കെ വരും. ആള് നോക്കിയാലായി അല്ലെങ്കിൽ ഇല്ല. ഈ 2 ഗാർഡനില് ഏതായിരിക്കും ആദ്യം പൂവിടുക? ഒരു കുട്ടി വളരെയധികം കെയോസ് ആയിട്ടും സ്ട്രെസ്ഫുൾ ആയിട്ടും വളരെ ഇഗ്നോർഡ് ആയിട്ടും അവരെ എപ്പോഴും ഇൻഫീരിയർ ആയിട്ട് വളരുന്നതെങ്കിൽ അത് ആ കുഞ്ഞിന്റെ ബിഹേവിയറിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു. ഒരു കുട്ടിയോട് നമ്മൾ എന്നും പറയുകയാണ്, നീ ഒരു മണ്ടനാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്ക് ഒരു കഴിവുമില്ല, ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞിന്റെ ബിലീഫ് തന്നെ മാറി പോകുന്നുള്ളതാണ്. അവന്റെ ഐഡന്റിറ്റിയിൽ തന്നെ ചേഞ്ചസ് വരുന്നു. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ട് വളരുന്ന ഒരു കുട്ടി 2 രീതിയിലോട്ട് മാറുന്നു. ഒരു കുട്ടി വളരെ ഡിപ്രഷനിലോട്ട് പോവാം, വളരെ സൈലന്റ് ആയിട്ട് മാറാം. രണ്ടാമത്തെ ടൈപ്പ് കുഞ്ഞുങ്ങളാണെങ്കിൽ അവര് റിബലായിട്ട് മാറും. അവര് തിരിച്ചു പറയുക, റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കുക, ഇവൻ ഒരു ക്രിമിനൽ ടെൻഡൻസി വരെ അവർക്ക് വരാറുണ്ട്. അക്രമപരമായ കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ വൈകല്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രംഗണ്ണനാണ്. നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല അല്ലെ ആ ക്യാരക്ടർ. അതില് നമ്മൾ എന്താണ് കാണുന്നത്? വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആള് അല്ലെ. തേർഡ് പേഴ്സൺ കാണിക്കുന്നത് ശരിക്കും ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിനെയാണ്. അതിൽ ലാസ്റ്റ് ഫഹദ് പറയുന്നുണ്ട്, അതായത് എല്ലാവർക്കും എന്റെ പണം മാത്രം മതി, എന്നെ ആർക്കും വേണ്ട എന്നുള്ളത്. അപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ ഷമ്മി, കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മീനെയാണ് കാണിക്കുന്നത്. അതിൽ നമുക്ക് കാണാം ഒരു OCD അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക കുട്ടികളിലും സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസ് ഒക്കെ വളരെയധികം കോമൺ ആണ്. ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് ആണ് ഇതില് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. ശാസ്ത്രം കാണിച്ചു തരുന്നത് കുട്ടിക്കാലത്തെ ട്രോമ കൊണ്ട് നമ്മുടെ തലച്ചോറിന്റെ വികസനത്തെ വരെ മാറ്റുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. നമ്മുടെ ഈ ഭാഗത്താണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, ഇമ്പൾസ് കൺട്രോളിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് വളർന്ന കുട്ടികളിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള അസുഖങ്ങളാണ് നമ്മുടെ പഠന വൈകല്യം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD എന്നൊക്കെ പറയും. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് പേരൻസിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ എന്റെ ക്ലിനിക്കില് ഒട്ടുമിക്ക പേഷ്യൻസും വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഈ ഓട്ടിസം, ADHD, ലേണിംഗ് ഡിസോർഡേഴ്സ് ഒക്കെയുള്ള കുട്ടികളാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു പ്രഗ്നൻസി ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ ഒരു വളരെ ഒരു ഹാപ്പി അല്ലാത്തൊരു പ്രഗ്നൻസി ടൈമാണ് കൂടുതൽ അമ്മമാർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു ചേഞ്ചസ് എപ്പോഴും ആ ഒരു ടൈമിൽ നിന്ന് തന്നെ തുടങ്ങാന്നുള്ളതാണ്. എപ്പോഴും ഒരു പ്ലാൻഡ് പ്രഗ്നൻസിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആ പ്രഗ്നൻസി ടൈം ഇപ്പോഴും ഹാപ്പി ആവണം. കാരണം അമ്മയും കുഞ്ഞും നമുക്കറിയാം പൊക്കിൾക്കൊടി വഴി കണക്റ്റഡ് ആണ്. അപ്പൊ അമ്മയുടെ എല്ലാ ഇമോഷൻസും സ്ട്രെസ്സുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുഞ്ഞിലും എത്തുന്നുണ്ട്. അടുത്തതായിട്ട് കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ഒരു 7 വർഷം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ്. ഈ ഒരു സമയത്താണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ് കുഞ്ഞുങ്ങളുടെ. അതായത് ഞാൻ എപ്പോഴും പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ പറയുന്നതല്ല കുഞ്ഞുങ്ങള് പഠിക്കുക, നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രവൃത്തിയിൽ അവർ കാണുന്നത് അതാണ് കുഞ്ഞുങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമില് അവര് ചുറ്റുപാടുകളിൽ നിന്നും ആൾക്കാരിൽ നിന്നും എല്ലാം അവര് അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഒരു കുട്ടിയോട് നമ്മൾ എപ്പോഴും പറയാണ്, നീ ഭയങ്കര മടിയനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിനക്ക് അവനെ പോലെ ആയിക്കൂടെ അല്ലെ. എല്ലാ പേരൻസും പറയും നിനക്ക് ചേച്ചിയെ പോലെ ആയിക്കൂടെ, നിനക്ക് അപ്പുറത്തെ മറ്റേ കുട്ടിയെ, അവൻ ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയെ കൂടെ ആയിക്കൂടെ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മളൊരു സെക്കൻഡ് വാങ്ങിയ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ ഫസ്റ്റ് വാങ്ങാത്തെന്നായിരിക്കും ചോദിക്കുക. അപ്പൊ ഒരിക്കലും അവനൊരു അപ്രിസിയേഷൻ കിട്ടുന്നില്ല. അപ്പൊ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പേരൻസിന് ചെയ്യാനുള്ളത്. ഒരു ടോയ് സ്റ്റോറിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം കുട്ടികൾ അത് വേണം എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് വാശി പിടിക്കും അല്ലെ. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ പറയാണ്, അതായത് നീ എവിടെ പോയാലും എന്നെ നാണം കെടുത്തും, നീ ഒരു എന്താ എപ്പോഴും നീ എന്നെ പ്രശ്നമാണ്, നിനക്ക് എപ്പോഴും പ്രശ്നമാണ്, അങ്ങനെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ നിർബന്ധിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടു പോവാണ്. രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയാണ്, ആ മോനെ അത് വേണം അല്ലെ, നമുക്കത് വാങ്ങാം, ഇന്ന് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇന്ന് നമുക്കിപ്പോ സമയമില്ല, നമുക്കപ്പോ പിന്നെ ഒരു ദിവസം വാങ്ങാം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഒരു ദിവസം വാങ്ങാം നമ്മൾ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണെങ്കിൽ തന്നെ ആ കുഞ്ഞിന്റെ ആ മൈൻഡിലോട്ട് തന്നെ പോകുന്ന പ്രോഗ്രാം തന്നെ മാറും. ആദ്യം തന്നെ പേരൻസിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പ്രസന്റ് ആവുക എന്നുള്ളതാണ്. ഒരു പെർഫെക്റ്റ് പേരന്റ് ആവാൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ പ്രസന്റ് ആവുക, അതായത് എപ്പോഴും ഒരു ഫ്ലോർ ടൈം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ അവിടെ ഉണ്ടാവുക എന്നല്ല, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുക, വർത്താനം പറയുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾ ഒരിക്കലും നിങ്ങൾ കൊടുക്കുന്ന വിലമതിക്കുന്ന ഗിഫ്റ്റുകളല്ല ഓർക്കുക, നിങ്ങൾ അവന്റെ കൂടെ എത്ര നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, അവൻ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് അവരെപ്പോഴും ഓർക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പീക്ക് ലവ് ഡെയിലി എന്ന് പറയും. നിങ്ങൾ കുഞ്ഞുങ്ങളെ എപ്പോഴും നിങ്ങൾ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കുഞ്ഞുങ്ങളോട് പറയുക. നീ ഭയങ്കര വാല്യൂഡ് ആണെന്നുള്ളത് പറയുക. അതുപോലെ തന്നെ അവൻ ഏറ്റവും ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളോട് നീ എപ്പോഴും നീ നല്ല കുട്ടിയാണ്, നീ അമ്മയ്ക്കും അച്ഛനും ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്നുള്ളത് കുഞ്ഞിനോട് പറയുക. അത് തന്നെ പറയുമ്പോൾ തന്നെ കുഞ്ഞിന്റെ ബിഹേവിയറിൽ തന്നെ മാറ്റങ്ങൾ വരും. ഒരു ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഇരുന്ന് സംസാരിക്കുക എന്നുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അവന്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ അവന്റെ നല്ലത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഒരു മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ ഇറ്റ്സ് ഓക്കെ ടു കമ്മിറ്റ് മിസ്റ്റേക്സ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് സോറി പറയുക.
അതുപോലെ ആ കുട്ടിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സുരക്ഷിതത്വമായിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഒരു വീടും നിങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ പോകുന്നത് എവിടെയാണ്? സ്കൂളുകളിലോട്ടാണ്, അല്ലെ? അപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത ലൈഫ് ലൈൻ എന്നുള്ളത്. ഇപ്പൊ ഒരു ടീച്ചർ പറയുണ്ടായി, അതായത് ഒരു കുട്ടി, ഒരു 8 വയസ്സായിട്ടുള്ള ഒരു കുട്ടി എപ്പോഴും ക്ലാസ്സിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, ഭയങ്കര വികൃതിയാണ്, അടുത്തുള്ള കുട്ടിയെ അടിക്കും, കള്ളം പറയും. അപ്പൊ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ വീട്ടിലും വരുമ്പോൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, സാധനങ്ങൾ പൊട്ടിക്കുക, ഡിസ്ട്രക്ട് ചെയ്യുക, അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരു കുട്ടി. അപ്പോ അവര് ഒരുപാട് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവനെ കേൾക്കാനോ ഇവന്റെ കാര്യങ്ങൾ അറിയാനോ ഒന്നും പേരൻസ് ആളുടെ കൂടെ ഇല്ല എന്നുള്ളത്. അപ്പോ നിങ്ങള് ടീച്ചേഴ്സ് ഇവൻ ഒരു പ്രശ്നക്കാരനായ കുട്ടിയാണ് എന്ന് അവനെ മുദ്ര കുത്താതെ അവനെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കുക. എന്താണ് മോനെ, എന്താണ് നിനക്ക് പ്രശ്നം എന്നുള്ളത് അവന് അഡ്രസ് ചെയ്ത് ചോദിക്കുക. ആ കുട്ടിയുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ റോളാണ്. കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതത്വമായിട്ടുള്ള ഒരു പ്ലേസ് കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുക, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റീസിന് ചെയ്യാനുള്ളത്. നമ്മുടെ റൂട്ട് കോസ് വളരെ ഡീപ്പാണ്, ഇമോഷണൽ ആണ്, വളരെ സബ് കോൺഷ്യസ് ലെവലിലാണ്. ആ സൊല്യൂഷനും അത്രത്തോളം ഡീപ്പ് ആയിരിക്കണ്ടേ. നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും ഫിസിക്കൽ സിംറ്റംസിന്റെ കൂടെ തന്നെ മെന്റൽ ആൻഡ് ഇമോഷണൽ സിംറ്റംസും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത്. അവരുടെ പേടി, ആൻസൈറ്റി, സ്ട്രെസ്, എല്ലാ കാര്യങ്ങളും ഹോമിയോപ്പതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഹോമിയോപ്പതിയിൽ ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഗിവ് മി എ ചൈൽഡ് അണ്ടിൽ ഏജ് 7 ഐ വിൽ ഷോ യു ദ മാൻ. പക്ഷെ ഞാൻ പറയുന്നു, ചേഞ്ച് ദ ചൈൽഡ്സ് എൻവയോൺമെന്റ് ആൻഡ് യു ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ ഡെസ്റ്റിനി. നിങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ മാത്രമല്ല നിങ്ങൾ വളർത്തി വരുന്നത്, അവന്റെ ഇന്നർ വോയിസ്, അവന്റെ ആത്മവിശ്വാസം, അവന്റെ സ്നേഹം, അവന് ക്ഷമിക്കാനുള്ള കഴിവ്, സ്വപ്നം കാണാനുള്ള കഴിവ്, ഇതെല്ലാമാണ് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത്. സോ ഡിയർ പേരൻസ്, നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ മെഡിസിൻ എനി ചൈൽഡ് ഷുഡ് ഹാവ്. താങ്ക് യു.